സിമന്റ് ചാക്കിറക്കാൻ യന്ത്രസാമഗ്രി ഉപയോഗിച്ചതിനെ തുടർന്ന് പാലക്കാട് കുളപ്പുള്ളിൽ വ്യവസായ സ്ഥാപനത്തിന് മുമ്പിൽ CITUവിന്റെ കുടിൽകെട്ടി സമരം. പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമന്റ്സ് എന്ന സ്ഥാപനത്തിന് മുന്നിലാണ് പ്രതിഷേധം. എന്നാൽ യന്ത്രസാമഗ്രി ഉപയോഗിച്ച് സിമന്റ് ഇറക്കാൻ ഹൈക്കോടതി ഉത്തരവുണ്ടെന്നാണ് സ്ഥാപന ഉടമ പറയുന്നത്. ശ്രീകുമാരൻ പാലക്കാട് ചെയ്തു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? എന്താണ് അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിലവിൽ കോടതി അനുമതിയോട് കൂടിയാണോ തൊഴിലാളികളുടെ അധ്വാനം കുറയ്ക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ തൊഴിലാളികൾ ആകെപ്പാടെ മാറ്റി നിർത്തുന്ന രീതിയിൽ യന്ത്രം ആ കമ്പനി അവിടെ ഉപയോഗിക്കുന്നത്? തീർച്ചയായും തൊഴിലാളികളെ പൂർണ്ണമായി മാറ്റി നിർത്തുക എന്ന രീതി തന്നെയാണ് ഇപ്പോൾ പിന്തുടരുന്നത്. അത് അദ്ദേഹവുമായി അല്പസമയം മുൻപ് സംസാരിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രകാശ് സ്ഥാപനത്തിന്റെ ഉടമ അദ്ദേഹം പറഞ്ഞു. ഇവിടെ CITU പ്രവർത്തകർ നമ്മോടൊപ്പം ഉണ്ട്. അവർ പറയുന്ന അവർക്ക് ഉത്തരവുണ്ട് എന്ന് തന്നെയാണ്. നിങ്ങൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്, സമരം എന്ന നിലപാടിൽ? ഞങ്ങളെ സംബന്ധിച്ച് 2008 ഇതുപോലെ ഒരു ചെറിയ വിഷയം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ വ്യാപാരി നേതാക്കളുടെ സാന്നിധ്യത്തിൽ തൊഴിലുടമയായ പ്രകാശനും അതുപോലെ തന്നെ അവിടുത്തെ ചുമട്ടുതൊഴിലാളി നേതാക്കളും കൂടി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഓഫീസിൽ വെച്ച് ചർച്ച ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നിലവിലുണ്ടായിരുന്ന കൂലിയുടെ പകുതി കൂലിക്ക് നമ്മൾ ഇവിടെ കയറ്റിറക്ക് ചെയ്യാമെന്നുള്ള ഒരു കരാറുണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ തൊഴിലെടുത്ത് വന്നിരുന്നത്. ആ തൊഴിലെടുക്കുന്ന ഇതിൽ നിന്നും പെട്ടെന്ന് ഞങ്ങളെ പൂർണ്ണമായും മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അയാളുടെ അടുത്ത് നിന്നുണ്ടായത്. സമരത്തിന് പിന്നോട്ടില്ല, ഞങ്ങൾ സമരത്തിൽ തന്നെയാണ്, സമരത്തിൽ തുടർന്ന് പോവുകയാണ്. നേതൃത്വത്തിന്റെ ഒരു നിലപാട് എന്താ വിഷയത്തിൽ? നമ്മൾ പൂർണ്ണമായും സമരത്തിലാണ്. ഈ വിഷയത്തിൽ അയാൾ ഒരു മെഷീൻ കൊടുത്തിട്ടാണ്, പൂർണ്ണമായും മെക്കനൈസേഷൻ അല്ലാത്ത ഒരു മെഷീൻ കൊടുത്തിട്ടാണ് ഇത് കയറ്റിറക്ക് നടത്താൻ വേണ്ടി ചെയ്യുന്നത്. എന്തായാലും ആ മെഷീൻ ഒന്ന് നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുക. ഇതാണ് ആ മെഷീൻ. ഈ മെഷീൻ ഉപയോഗിച്ചാണ് അദ്ദേഹം നടന്നതാണ്. പ്രകാശൻ എന്ന അദ്ദേഹം ഇതാണ് ആ മെഷീൻ. ഈ മെഷീൻ ഉപയോഗിച്ചാണ്. ഈ മെഷീന്റെ പേരെന്താ ഏട്ടാ? കയറ്റിറക്കി യന്ത്രം, അതായത് കൺവെയർ ബെൽറ്റ് എന്ന് പറയും. ഇത് അവർ പറയുന്നത് അവരുടെ തൊഴിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ കവർന്നെടുക്കുകയാണ്, നിർത്തുകയാണെന്നാണ് പറയുന്നത്. അല്ല, നമുക്കത് മെഷീനറി പുതിയ ടെക്നോളജി വരുമ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. നമ്മൾ പിന്നെയും താഴേക്ക് പോയിട്ട് കാര്യമില്ല. തൊഴിൽ ഹൈക്കോടതി ഉത്തരവുണ്ട്, പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായാലും പിന്നെയും കടയുടെ മുമ്പിൽ വന്നിട്ട് ഇവർ ഇതേപോലെ ഇരുന്ന് മറ്റു വാഹനങ്ങൾക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അവർക്ക് പേടി, ഭയം. അതായത് ഇവിടെ വന്നിട്ട് ഇനി സിമെൻറ്റ് കയറ്റി പോകുമ്പോൾ ഇവർ തടയുകയല്ല, ഇവർ നോട്ടപ്പുള്ളിയായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുളപ്പുള്ളി അവിടെ ഞങ്ങളുടെ സ്റ്റാൻഡിൽ ബുദ്ധിമുട്ട് എല്ലാം. നാളെ സമരമാണല്ലേ? നാളെ കടകളടച്ചുള്ളൊരു സമരം പിന്തുണ തന്നിട്ടുണ്ട് വ്യാപാരി വ്യവസായിയുടെ പിന്തുണയുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ സമരം നാളെയുണ്ട്. CITU ഒരു കാരണവശാലും പിന്നോട്ടില്ല, തങ്ങളുടെ തൊഴിൽ പൂർണ്ണമായി കവർന്നെടുക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാലും വ്യാപാരികളുടെ സമരം നാളെ ഉച്ചവരെ കടയടച്ചുള്ള സമരമാണ് നടക്കുന്നത്. എന്തായാലും ഈ കട ഇപ്പോൾ തുറന്നിട്ടുണ്ട്, പക്ഷേ CITU മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അവർ കുടിൽ കെട്ടിയൊരു സമരം എന്ന തരത്തിലേക്കാണ് CITU പോയിട്ടുള്ളത്. ടെക്നോളജി മാറുമ്പോൾ തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിൽ ടെക്നോളജികൾ മാറ്റാനാകണം. അതില്ലെങ്കിൽ ഇത്തരത്തിൽ തൊഴിൽ നഷ്ടമാകുന്ന വലിയ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. സമാനമായ പ്രശ്നമാണ് പാലക്കാട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.